നമസ്കാരം, ഞാൻ അമ്മു ഔസേപ്പച്ചൻ, സദർ അക്കാഡമി ഫോർ നാട്യ ആൻഡ് രാഗയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. ഞാൻ ഇന്ന് ഫേസ്ബുക്കില് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ ഒരു ആർട്ടിസ്റ്റ്, ഒരു സാറാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ, ഷെയർ ചെയ്ത് വന്നൊരു വീഡിയോയാണ്, അത് കണ്ടപ്പോ എനിക്ക് 2-3 കാര്യങ്ങളിൽ വളരെയേറെ എന്നെ ചിന്തിപ്പിച്ചു. അത് വളരെ ആക്ഷേപമായിട്ട്, സാറ് പറഞ്ഞ കാര്യങ്ങള് കുറച്ച് ആക്ഷേപമായിട്ട് എനിക്കത് തോന്നി. ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് ചിന്തിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാം. കാര്യം അത് ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യങ്ങളാണ്. അതിലെ കുറച്ച് പോയിന്റുകളാണ് നിങ്ങൾ ചിന്തിക്കാനുള്ളതും നമ്മൾ എല്ലാവരും കൂടി അത് ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശം എന്ന് പറയുന്നത് BA ഭരതനാട്യം അല്ലെങ്കിൽ BA MA കലയിൽ ഭരതനാട്യത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു BA MA ഡിഗ്രി കലയിൽ ഏത് കുട്ടികൾ ചെയ്താലും അതിന് അതും കൊണ്ട്, അതായത് 5 വർഷം, BA എന്ന് പറയുന്നത് 3 വർഷം, MA 2 വർഷം, 5 വർഷം കൊണ്ട് 25% അറിവ് മാത്രമേ കലയിൽ കിട്ടുള്ളൂ. എന്ത് വലിയ വിരോധമായിട്ടുള്ള ഒരു ആക്ഷേപമാണ് അത് ഞങ്ങൾക്കുള്ളത്. പഠിച്ച എല്ലാവരെയും സംബന്ധിച്ച് കേരളത്തിലാണ് ഈ സാറ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കേരളത്തിലാണ്. അദ്ദേഹം ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കറിയാം, ഞാൻ പഠിപ്പിക്കുന്നതാണ് എന്ന് ആധികാരികമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോയില് വ്യക്തമായിട്ട് പറയുന്നു. എന്നിട്ട് പറയുന്നു 25% മാത്രമേ കിട്ടുള്ളൂ, മറ്റ് വെറും 25% കൂടി എന്ന് പറഞ്ഞു അദ്ദേഹം. വെറും 25% മാത്രമേ കിട്ടുള്ളൂ അറിവ്, ഒരു കലാകാരി ആകണമെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത്. 75% അറിവ് ഒരു കലാകാരിക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹം പറയുന്ന ക്രൈറ്റീരിയ കുറെ കാണണം, കുറെ കേൾക്കണം, കുറെ പ്രവർത്തിക്കണം, കൂടെ പ്രവർത്തിക്കണം. ആരുടെ കൂടെ പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എനിക്കത് ക്ലിയർ അല്ല, അതുകൊണ്ട് അദ്ദേഹം എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. കൂടെ പ്രവർത്തിക്കണം, വായിക്കണം. ഇത്രയൊക്കെയാണ് 75%. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാനും ഈ കേരളത്തിൽ തന്നെ BA ഭരതനാട്യം ഡിഗ്രി ചെയ്ത ഒരാളാണ്. അപ്പൊ 25% മാത്രം അറിവ് പകർന്നു തരാൻ കഴിവുള്ള ഗുരുക്കന്മാരാണ്, ടീച്ചേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നുള്ളൂ എന്നാണോ താങ്കൾ പറയുന്നത്? അപ്പോ ആ 3 വർഷം ഭാഗ്യം ഞാൻ MA ഭരതനാട്യം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തു. ഇല്ലെങ്കിൽ ചിലപ്പോൾ അതിനും വലിയ ആക്ഷേപം കേൾക്കേണ്ട വന്നേനെ. ഇതിപ്പോ ഇവിടെ ഇത്രയാണ്. അദ്ദേഹം MA കൂടി പറയുന്നുണ്ട്, MA കലയിൽ കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയുള്ളവർക്ക് 5 വർഷം പഠിച്ചാലും 25%. അപ്പൊ ഓരോ വർഷം എനിക്ക് തോന്നുന്നു 5% വെച്ചിട്ടുള്ള ഒരു കണക്കായിരിക്കും അദ്ദേഹം കണക്ക് കൂട്ടി പറയുന്നത്. 5 വർഷം കൊണ്ട് 25% എന്ന് പറയുന്നത് ഓരോ വർഷവും 5% കിട്ടുള്ളൂ. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ BA MA ആർട്സിൽ കേരളത്തിൽ ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ 5 വർഷത്തെ സമയവും പാഴ്, ഞങ്ങൾ കൊടുക്കുന്ന ഫീസും പാഴ്, ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെറും പാഴ്. വെറും 25% എന്ന് പറയുമ്പോ അത് അല്ലാണ്ട് 75 കിട്ടുമല്ലോ. അപ്പോ ഇത്രയും ബുദ്ധിയില്ല, ഇത്രയും വിവരം മാത്രം പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരാണോ, ടീച്ചേഴ്സ് ആണോ ഇവിടെ ഡിഗ്രി കലയിൽ പഠിപ്പിക്കുന്നത്? ഇത്രയും നാൾ വിചാരിച്ചു കലോത്സവത്തിൽ മാത്രമാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതെന്ന്. ഇപ്പൊ പറയുന്നു കല പഠിപ്പിക്കുന്ന ഡിഗ്രിയിൽ പോലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന്. ഞാൻ ഒരിക്കലും പറയില്ല മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ഓരോ ഫാക്കൽറ്റീസും പറയില്ല അവർ 25% മാത്രമേ കുട്ടികളെ പഠിപ്പിക്കുള്ളൂ. അവർ 100% പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ 5 വർഷം പഠിക്കുന്നവർക്ക് പോലും അവിടെ 2 വർഷത്തെ MA ഭരതനാട്യം കൊണ്ട് അവർ 100% കിട്ടുമെന്ന് പറയുന്നു. ഇവിടെ 5 വർഷം BA MA ചെയ്യുന്ന ഒരു ഫാക്കൽറ്റി തന്നെ വിളിച്ചു പറയുന്നു. അപ്പൊ കൂടെ വർക്ക് ചെയ്യുന്നവരെ കുറിച്ച് മാത്രമാണ് ഇദ്ദേഹത്തിന് നല്ല അറിവുണ്ടല്ലോ, എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു. ഇത്രയും ഗുരുതരമായ ആക്ഷേപം എന്തുകൊണ്ടാണ് നടത്തിയത്? എനിക്ക് ചോദിക്കാനുള്ളത്, എന്നെ കേൾക്കുന്നവരില് ഈ യൂണിവേഴ്സിറ്റിയില് ഡിഗ്രി കലയിൽ ഡിഗ്രികൾ കൊടുക്കുന്നതില് വൈസ് ചാൻസലർമാര് ഉണ്ടാകും. ഈ യൂണിവേഴ്സിറ്റി അംഗീകൃതമായിരിക്കുമല്ലോ. ഈ പറഞ്ഞ സാറിനെ എങ്കിലും എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനം ഉണ്ടാവണം. കാര്യം 100% പഠിപ്പിച്ചാൽ മാത്രമേ 75% കുട്ടികൾക്ക് കിട്ടുള്ളൂ. 100% പഠിപ്പിച്ചു കൊടുക്കാൻ കഴിവുള്ള ആർട്ടിസ്റ്റുകള്, ടീച്ചേഴ്സ്, കലാകാരന്മാർ ഇവിടെ കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ 100% കൊടുക്കാൻ പറ്റുന്ന ഗുരുക്കന്മാരെ, ആർട്ടിസ്റ്റുകളെ അപ്പോയിന്റ് ആയിട്ട് ഇത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് ആദ്യത്തെ ആക്ഷേപം.
അതൊരു വല്ലാത്തൊരു ആക്ഷേപമായി പോയി. ഒരു അധ്യാപകൻ തന്നെ ഇങ്ങനെ പറയുമ്പോൾ നാളെ ഒരിക്കലും ഞാൻ എന്റെ ഒരു സ്റ്റുഡന്റിനെ എന്ത് വിശ്വസിച്ചാണ് BA MA ആർട്സിൽ ഇവിടെ കേരളത്തിൽ പറഞ്ഞു വിടേണ്ടത്? നിങ്ങളും കൂടി ഒന്ന് പറഞ്ഞു തരണം. എത്ര വലിയ ആക്ഷേപമാണ് ആക്ഷേപിച്ച് കളഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിലെ ആക്ഷൻസ്, ലീഗൽ ആക്ഷൻസ് അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അധികൃതര് എത്രയും പെട്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം, ക്രോസ് ചെക്ക് ചെയ്യണം. ഇവിടെ 25% മാത്രം പഠിപ്പിക്കാനുള്ള കലാകാരന്മാരാണോ ഡിഗ്രി പഠിപ്പിക്കാനിരിക്കുന്നത് എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട്, ഇത് കുറെ കുട്ടികളുടെ ഭാവിയുടെ പ്രശ്നമാണ്. അങ്ങനെയുള്ള 25% മാത്രം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നവരെ ഒന്ന് പിരിച്ചുവിട്ടിട്ട് 100% കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെ, ഗുരുക്കന്മാരെ, ടീച്ചേഴ്സിനെ എത്രയും പെട്ടെന്ന് അപ്പോയിന്റ് ചെയ്യാനായിട്ട് കനിവുണ്ടാകണം. കുറേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്റെ ഒരു അപേക്ഷയാണ്. ഇനി മറ്റൊരു ആരോപണമാണ്, ഇദ്ദേഹം ഇന്ന് വീഡിയോ ഇടാനുള്ള ഒരു കാരണം, അതിങ്ങനെ വൈറലായി പോയിക്കൊണ്ടിരിക്കാൻ നിങ്ങളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. കാരണം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ കുട്ടി ഒരു കലോത്സവത്തിന് മത്സരിച്ചു. അദ്ദേഹം ആ പേരുകളൊക്കെ പറയുന്നുണ്ട്, ഞാനിപ്പോ ആ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മത്സരിച്ചു. അപ്പൊ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത 3 ജഡ്ജസ് വന്നിരുന്ന് ഫസ്റ്റ് കൊടുത്തു. ഇദ്ദേഹം തന്നെ പറയുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ജഡ്ജ്, അതായത് ഡാൻസ് കളിക്കാൻ അറിയില്ല, പഠിപ്പിക്കാൻ അറിയില്ല, കൊറിയോഗ്രഫി ചെയ്യാൻ അറിയില്ല, ഒരു കഴിവുമില്ല. പക്ഷേ 9ാം ക്ലാസ് മുതൽ ഈ സാറിന് ഈ കുട്ടീനെ അറിയാം. പിന്നെ ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ഇദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ ഡിഗ്രി ചെയ്തത്, ഈ കലയിലുള്ള ഡിഗ്രി ഏതോ ചെയ്തിട്ടുള്ളത്. പിന്നെ യൂണിവേഴ്സിറ്റി ആ കുട്ടി വിന്നർ ആയിരുന്നപ്പോ ഈ സാറാണ് പാട്ട് പാടിയത്. അപ്പൊ അവര് ഏതോ ഡാൻസിലാണ് വിൻ ചെയ്തത് എന്ന് തോന്നുന്നു. അപ്പൊ പക്ഷെ എങ്കിലും ആ കുട്ടി ഒരു വിവരദോഷിയാണ്, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പിന്നെ അവർ ചാടി പോകുന്ന ആൾക്കാരാണ്. അതിലേക്ക് ഞാൻ പിന്നെ പറയാം ചാടിപ്പോണേന്റെ കാര്യം. അപ്പൊ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ജഡ്ജ് വന്നിരുന്നു. അത് ആരും ക്ഷണിച്ചില്ല. കലോത്സവത്തിന് ആരെ ക്ഷണിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ആരും ക്ഷണിക്കാത്ത ഒരു ഡ്യൂപ്ലിക്കേറ്റ് ജഡ്ജ് അവിടെ വന്നിരുന്നു. അവരുടെ ഫേസ്ബുക്കില് ഈ കുട്ടിക്ക് കിട്ടിയ ആ ഒരു വിജയത്തിനെതിരെ എന്തോ പ്രതിഷേധിച്ചു അത്രേ, അതെന്തോ തിരിച്ചെന്തോ പറഞ്ഞു എന്ന്. അപ്പൊ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത 3 യോഗ്യതയുള്ള ഒറിജിനൽ ജഡ്ജസ് ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടും അവർക്ക് അത് മതിയായില്ല. അതുകൊണ്ട് അവർക്ക് സന്തോഷം ഉണ്ടായില്ല. ഈ ഡ്യൂപ്ലിക്കേറ്റ് ജഡ്ജ് അവരുടെ അക്കൗണ്ടില്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഈ ഇന്ത്യയില് അവരുടെ പേഴ്സണൽ അക്കൗണ്ടില് എന്തോ ഒന്ന് ഇട്ടു എന്ന് പറഞ്ഞ് കഴിഞ്ഞ 5 ദിവസമായിട്ട് അവരുടെ കുട്ടിക്ക് ഉറക്കമില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, പുറത്തിറങ്ങുന്നില്ല. ഇന്നലെ അവർ സ്കൂളിൽ പോലും ആ കുട്ടി പോയിട്ടില്ല. ഇവരെ വീട്ടുകാരും അപമാനം സഹിക്കാൻ വയ്യാണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇവര് ശരിക്കും ആരെയും അപമാനിക്കുന്നത്? ഇവരെന്നെ പറയുന്നു ഡ്യൂപ്ലിക്കേറ്റ് ജഡ്ജാണ്. അപ്പൊ ഈ 3 പേരെക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരാളാണോ വന്ന് ഇവര് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അവകാശപ്പെടുന്ന ആ ഒരാൾ ഈ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത ഈ 3 പേരെക്കാളും വലിയൊരാളാണ് എന്നല്ലേ അദ്ദേഹം പറയാണ്ട് പറയുന്നത്? അതുകൊണ്ടല്ലേ ആ ഒരു വ്യക്തി എന്തോ പറഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഇത്രയും അങ്ങോട്ട് വിഷമമായത് അല്ലേ? ഇനി മറ്റൊരു കാര്യമാണ്, ഇദ്ദേഹം തന്നെ പറയുന്നു ഒരു യോഗ്യതയില്ല, അവരങ്ങനെയാണ്. എനിക്ക് പേഴ്സണൽ അറിയുന്ന ഒരു കുട്ടിയാണ്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റ് ജഡ്ജ് എന്ന് പറയുന്ന ഈ കുട്ടീനെ ഈ സാറ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ ഇന്നും എന്നെ വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നും ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോ കൂടെ ഒരു ഗുരുസ്ഥാനീയനാണ്, അദ്ദേഹം പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഗുരുസ്ഥാനീയനാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ്, വീട്ടുകാരുമായിട്ടും ബന്ധമുണ്ട്, ഒരു കൂട്ടുണ്ട്. അപ്പോ ഫ്രണ്ട്ഷിപ്പും ഉണ്ട്, അപ്പൊ ഫ്രണ്ടുമാണ്. ഇപ്പോഴും വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ ഇത്രയും അടുപ്പമുള്ള ഒരാൾ ഇവർക്കെതിരെ പ്രതിഷേധം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ വിജയത്തിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തൊരു ചങ്കുറ്റുള്ള ഒരു കൊച്ചായിരിക്കും വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കൂടെ നടന്നിട്ട് കൂടിയും അറിവുള്ള ഒരാളായിരുന്നിട്ട് കൂടിയും, അറിയാവുന്ന ആളായിരുന്നിട്ട് കൂടിയും കലയിൽ അഴിമതി പറയാൻ പറ്റില്ല, അഴിമതി പ്രവർത്തിക്കില്ല എന്ന് ഇരട്ടച്ചങ്കുള്ള ഒരാളല്ലേ വന്നത്. അതുകൊണ്ടല്ലേ ഇദ്ദേഹം പറയുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന്. അപ്പൊ ഇതിനെതിരെ മാത്രമാണ് പ്രതിഷേധിച്ചത് എന്നും പറയുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നട്ടലുള്ള ചങ്കുറ്റുള്ള ഒരാളാണത് എതിർത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്നെ കേൾക്കുന്നവരൊന്ന് ആലോചിക്കി, അങ്ങനെ കൂടെ നടന്നാൽ പോലും സ്വന്തം ഗുരു ആണെങ്കിൽ കൂടിയും അവരൊരു ഫ്രോഡ് തരം കാണിച്ചു, അല്ലെങ്കിൽ അവരൊരു തെറ്റ് കാണിച്ചു എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ അവർ എന്തും കാണിക്കുന്നതിനെ സ്തുതി പാടുക എന്നുള്ളത് ചെയ്യാതെ
ആ സ്വന്തം ഗുരുവിന്റെ മുഖം പോലും നോക്കാണ്ട് അത് എതിർക്കണമെങ്കിൽ അങ്ങനെയുള്ള ജഡ്ജസ് ആണ് കലോത്സവ വേദിയിൽ വരേണ്ടതെന്ന് ഞാൻ പറയും. കാര്യം എന്താ വെച്ചാൽ അങ്ങനെയുള്ള ആ ഡ്യൂപ്ലിക്കേറ്റ് ജഡ്ജ് ആരാന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കുക. ആ സാറിനോട് തന്നെ ചോദിച്ച് ആ ഡ്യൂപ്ലിക്കേറ്റ് ജഡ്ജിന്റെ പേര് ഒന്ന് കണ്ടുപിടിച്ച് നമ്മളുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് അവരുടെ പേര് റെഫർ ചെയ്ത് കൊടുക്ക്. അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ഒരാൾ മതി ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത 3 പേർക്ക് പകരമായിട്ട്. ചങ്കുറ്റുള്ള ജഡ്ജസ് ആണ് കലോത്സവ വേദിയിൽ വരേണ്ടത്. മുഖം നോക്കാണ്ട് ആക്ഷൻ എടുക്കുന്ന ആൾക്കാരാണ് കലോത്സവ വേദിയിൽ വരേണ്ടത്. അങ്ങനെയുള്ളൊരു ജഡ്ജ് വന്നാലേ നീതി നടപ്പാക്കപ്പെടുള്ളൂ എന്ന് ആ സാറ് പറയാതെ പറഞ്ഞു. ഇനി ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം, ഇവർ കലാകുടുംബമാണെന്ന് പറഞ്ഞു, കുട്ടി കുറേ വിന്നർ ആണെന്ന് പറഞ്ഞു. അതായത് ഈ കുട്ടി ഇത്രയും ഡിപ്രഷൻ അടിക്കാനുള്ള ഒരു കാരണം പറയുന്നത് ഒരാള് എതിർത്തു, അവരുടെ പേഴ്സണൽ പോസ്റ്റിൽ എന്തോ കയറി എതിർത്തു അവരുടെ അക്കൗണ്ടില്. ഈ കുട്ടിക്ക് ഇവരുടെ പാരന്റ്സിന് ഇത്രയും കോൺഫിഡൻസ്, ഇവർക്ക് നേരെ ചൊവ്വ കിട്ടിയ ഒരു പ്രൈസ് അല്ലേ, വേറെ ഉടായ്പ കളിച്ച് ചെയ്തത് കിട്ടിയതല്ലല്ലോ, ജെനുവിൻ ജഡ്ജ്മെന്റ് അല്ലേ, അത് ഇവര് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇത്രയും ജെനുവിൻ ആണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ വിജയത്തിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തിനാണ് ഏതോ ഒരാളെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് കൊച്ചോ വിഷമിച്ചിരിക്കുന്നു? ആ കുട്ടീനെ ഏത് പേപ്പറിൽ വിന്നറാവുമ്പോ എന്തായാലും പേപ്പറിൽ ഫോട്ടോ വന്നിട്ടുണ്ട്, എല്ലാവരും പുകഴ്ത്തിട്ടുണ്ട്, മോളല്ലേ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കൂടി ആരോ ഒരാൾ എന്തോ പറഞ്ഞപ്പോഴേക്കും 5 ദിവസം പുറത്തേക്ക് ഇറങ്ങുന്നില്ലെങ്കിൽ നന്നായി കളിച്ചിട്ടും ഇവിടെ അർഹതയുള്ള പ്രൈസ് നിരസിക്കപ്പെടുന്ന കുറെ കുട്ടികളുണ്ട്. അവരുടെ ഫോട്ടോ ഒരു പത്രത്തിലും വരുന്നില്ല, അവരുടെ അവകാശം വരെ തള്ളിക്കളയുവാണ്. പ്രൈസ് കിട്ടാതെ അർഹത ഉണ്ടായിരുന്നു എന്നിട്ട് നിനക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു കേൾക്കുന്ന ആ കുട്ടികളുടെ, അപ്പൊ ആ കുട്ടികൾ ഒരിക്കൽ പോലും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലേ? ഇനി കുട്ടികളാണ്, മൈനർ ആണെന്ന് ആ സാർ തന്നെ പറഞ്ഞു. ഒരു മൈനർ ആയിട്ടുള്ള ആ കുട്ടിക്ക് അത്രയും ഒരു ബുദ്ധി വിവരമല്ലേ ഉള്ളൂ. ഒരു കുഞ്ഞു കുട്ടിക്ക് കുഞ്ഞു കുട്ടിയുടെ രീതിയിലല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ മാതാപിതാക്കന്മാരല്ലേ, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആ കുട്ടിയുടെ അപ്പനും അമ്മയല്ലേ, നിങ്ങൾ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? മോളെ ഈ കലോത്സവം ഒന്നുമല്ല ഇത്രയും വലിയ സംഭവം, നിന്റെ കഴിവിനെ നിർണ്ണയിക്കുന്നത് കലോത്സവം ഒന്നുമല്ല, നീ മുന്നോട്ട് പോ, നിനക്ക് അർഹതയുള്ള പ്രൈസ് അല്ലേ, നിനക്ക് കിട്ടിയതല്ലേ, നിന്റെ പേപ്പറിൽ ഫോട്ടോ വന്നില്ലേ, നീ ആരെയെ പേടിക്കുന്നേ, നീ മുൻപോട്ട് പോ എന്ന് പറഞ്ഞ ആ കുട്ടീനെ തിരുത്തി കോൺഫിഡന്റ് ആയിട്ട് മുന്നിൽ കൊണ്ടുപോകുന്നതിന് പകരം ഈ കുട്ടി ചെയ്തത് വിളിച്ചു പറയുന്നു ആ സാറ് അഭിമാനപൂർവ്വം, എന്റെ കുട്ടി പുറത്തിറങ്ങാനുള്ള. എന്താ കാരണം? ആരോ ഒരാളെ എന്തിലോ പറഞ്ഞു, മീഡിയയിലൊക്കെ പേപ്പറിലൊക്കെ ഫോട്ടോ വന്നാണ് കൊച്ചു വീണ്ടും അകത്ത് കയറി ഇരിക്കുന്നു, അത്ര ഡിപ്രഷൻ മൂത്ത്. ഇതൊക്കെ ഒരു നല്ല പ്രവണതയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ കഴിവിൽ, പിന്നെ ആ സാറ് പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ഇവർ ഈ പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് ജഡ്ജ് അവര് മാറി മാറി ചാടി പോയിട്ടുണ്ട് അത്രേ. ഗുരുക്കന്മാരെ, അവരുടെ ആർട്സിലെ ഗുരുക്കന്മാരെ മാറ്റി പോയിട്ടുണ്ട്. അതായത് ആദ്യം പഠിച്ച ഗുരുവിന്റെ അടുത്തുനിന്ന് ചാടി വേറൊരു സ്ഥലത്ത് പോയി, അവിടുന്ന് ചാടി ട്രിവാൻഡ്രത്തോളം ഏതോ നല്ലൊരു സ്ഥാപനത്തിൽ ചെന്നു എന്നും ആ സാറ് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനെ മൊത്തമായിട്ട് ആക്ഷേപിക്കുവാണോ? കാര്യം LP സെക്ഷനിൽ നമ്മുടെ സ്കൂളില് LP കാറ്റഗറിയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അല്ല UPയിൽ, അവരല്ല ഹൈസ്കൂൾ, അവരല്ല ഹയർ സെക്കൻഡറി, അവരല്ല ഡിഗ്രി, ഒന്നും. ഇത് അപ്ഗ്രേഡ് TTC പഠിച്ചവര്, BEd എടുത്തവര്, UGC നെറ്റ് സ്കോളേഴ്സ്, PG ഉള്ളവര്, ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ നമ്മളെ പഠിപ്പിച്ചു തന്നത് നമുക്കൊരു അപ്ഗ്രേഡ് നമ്മൾ ചെയ്തു പോകണം എന്ന് നമ്മളെ സ്കൂളിൽ നിന്നേ പഠിപ്പിക്കുന്നുണ്ട്. ഈ സാറ് പറയുന്ന പോലെ കലയിൽ മാത്രം ഒരു ഗുരുവിന്റെ കീഴിൽ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഗുരുത്വദോഷം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എത്ര ഇടുങ്ങിയ ചിന്താഗതിയാണെന്ന്. നമുക്ക് ഒരു അറിവ് കിട്ടാൻ നമ്മളുടെ ഞാൻ പറയില്ലല്ലോ ഞാൻ എല്ലാം തികഞ്ഞ ആളാണെന്ന്, എന്നെക്കാൾ നല്ല ആൾക്കാര് മുകളിലുണ്ട്, അതിനും നല്ലത് മുകളിലുണ്ട് എന്നാണ് ഞാൻ പറയുള്ളൂ. അതനുസരിച്ച് ഞാൻ എന്റെ കുട്ടികളോടും പാരന്റ്സിനോടും പറയും, എന്നെക്കാൾ കൂടുതൽ കഴിവുള്ള, എന്നെക്കാൾ ഏറെ പഠിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരെ കണ്ടാൽ നിങ്ങൾ അങ്ങോട്ട് പോകണം. എനിക്കതിൽ സന്തോഷമുള്ളല്ലോ, ഞാൻ ആരും പ്രാകാറൊന്നുമില്ലല്ലോ, എനിക്ക് സന്തോഷമാണുള്ളത്. അപ്പൊ ശരിക്കും അവര് ഉയർന്നു പോകുന്നത് കാണുമ്പോ നമുക്ക് എത്രയോ സന്തോഷമുണ്ട്. അല്ലാണ്ട് ഒരു ഗുരുവിന്റെ അടുത്ത് പഠിച്ച് അവിടെ മാത്രം പഠിച്ചാലേ നമുക്കൊരു ഗുരുത്വം ഉണ്ടാവുള്ളൂ. നമ്മൾ അവിടെ നിന്ന് മാറിയാൽ നമുക്കൊരു നല്ലൊരു ഒബ്സർവേഷൻ വരാൻ പാടില്ല, നമ്മൾ അവിടെ മാത്രം ഇങ്ങനെ നിൽക്കണം എന്ന് പറയുന്ന ഈ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഈ വക ചിന്തകളാണ് നമ്മളുടെ വരും തലമുറനെ നശിപ്പിച്ചു കളയും. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം. നല്ലത് കണ്ടാൽ അങ്ങോട്ട് പോയി പഠിച്ചുകൊണ്ടേയിരിക്കണം എന്ന് നമ്മളെ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു തരും.
അപ്പൊ അതൊരു മോശം പ്രവണതയായിട്ട്, അതൊരു അന്ധവിശ്വാസം പോലെ ഒരു ആർട്ടിസ്റ്റ് തന്നെ പറയുമേ, ഒരു ആർട്ടിസ്റ്റിന്റെ കുടുംബമാണെന്ന് അദ്ദേഹം പറയുമേ, എനിക്ക് വളരെയേറെ ഒരു സങ്കടം തോന്നിപ്പോ. ഇത്രക്ക് ഇടുങ്ങിയ ചിന്താഗതിയാണോ നിങ്ങൾക്കുള്ളൂ എന്ന് എനിക്ക് തോന്നിപ്പോയായിരുന്നു. ഇങ്ങനെയും ഒരു കാര്യമുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നത്. പിന്നെ ഇപ്പൊ ചിലവര് അപമാനിക്കുന്നത് കേട്ട് നമ്മളങ്ങ് വല്ലാണ്ട് വിഷമിക്കുന്നു എന്നൊക്കെ അദ്ദേഹം വലിയ കാര്യമായിട്ട് അങ്ങ് ഭയങ്കര സങ്കടത്തിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ എന്നോട് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൊറിയോഗ്രഫി ചെയ്യാൻ അറിയോ, നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ അറിയോ, പഠിപ്പിക്കാൻ അറിയോ, കുട്ടികളെ കെട്ടിയിട്ടുണ്ടോ എന്നൊക്കെ കുറച്ച് പേര് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എന്ത് മാന്യമായിട്ട് ഒരു വീഡിയോ പ്രസന്റ് ചെയ്തു, എങ്ങനെ ഒരു കലോത്സവ വർണ്ണം കൊറിയോഗ്രഫി ചെയ്യാം എന്ന് നല്ല നീറ്റായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഞാൻ നല്ല നീറ്റായിട്ട് ഒരു ഡാൻസറിനെ പോലെ തന്നെ ഷോളൊക്കെ കെട്ടിയാണ് ആ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. കുറെ പേര് എന്നെ വിളിച്ചതിന് അഭിനന്ദിച്ചു. കാര്യം അവർ പറഞ്ഞു, ഇങ്ങനെ ആയിരിക്കണമല്ലോ ടീച്ചറെ, ഓക്കെ ഗുഡ്, ഞങ്ങൾ ഇനി അത് ഫോളോ ചെയ്യാൻ ടീച്ചറെ, നല്ലൊരു ഐഡിയ, താങ്ക് യു ടീച്ചർ എന്ന് പറഞ്ഞ് അപ്രിഷിയേറ്റ് ചെയ്തു എന്നെ. അത് ഒരു കമന്റ് അതിൽ വന്നു, ടീച്ചർ ആ നിൽക്കുന്ന നില കണ്ടാൽ മനസ്സിലാകും നിങ്ങളൊരു നല്ല ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ അത്ര നിരീക്ഷണമുള്ള പബ്ലിക്കും ഉണ്ട് ഇവിടെ. അവരൊരു ഡാൻസ് ടീച്ചറൊന്നല്ല എഴുതിയ ആള്, അവരങ്ങനെയും എഴുതി. അപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ വീഡിയോന്റെ താഴെ വന്നിട്ട് ഇത്രയും നീറ്റായിട്ട് വീഡിയോ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടും അതിന്റെ താഴെ വന്ന് എഴുതി നിങ്ങൾക്ക് കൊറിയോഗ്രഫി ചെയ്യാൻ അറിയോ എന്ന്. കണ്ട വിഡ്ഢികൾ പല വിഡ്ഢിത്തരവും വിളിച്ചു പറയും. നമ്മൾ എന്തിനാണ് അത് കേട്ട് കരഞ്ഞു മോങ്ങി കരഞ്ഞു മെഴുവി ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്ന് അയ്യോ എന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ എനിക്ക് എന്റെ കഴിവില് കോൺഫിഡൻസ് ഇല്ലാത്ത ആളായിരിക്കണം. ഞാൻ പഠിച്ച എന്റെ പഠിത്തത്തില് എനിക്ക് അറിവ് കുറവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം. ഇനി ഇവരെ പേടിച്ച് ഞാൻ ഉടനെ കൊറിയോഗ്രഫി ചെയ്ത് ഇതാണ് എന്റെ കൊറിയോഗ്രഫി എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ ചോദിക്കുന്ന ഇവരാരാ? ദേവാസുരം സിനിമയിലെ നീലകണ്ഠനും കളിക്കൂ, പഠിക്കൂ, അല്ലെ കൊറിയോഗ്രഫി ചെയ്യൂ, ഞങ്ങൾ നോക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കാം. ഇവരൊക്കെ ആരാണ് ഈ ചോദിക്കുന്നവര്? അറിവുള്ള ആരും തന്നെ ആ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് ആ ചോദ്യം കേട്ടിട്ട് തോന്നാനുള്ള. ഇത്രയും വീഡിയോ കണ്ടിട്ടും നിങ്ങളാരാന്ന് പറഞ്ഞാൽ കോമൺ സെൻസ് പോലും ഇല്ലാത്ത കുറെ ആൾക്കാർ എന്തൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു കൊറിയോഗ്രഫി ഇവരെ പേടിച്ച് ചെയ്യണമെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് കുറവുണ്ടാവണം എന്നിൽ. ഇനി ഞാൻ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഇവരെ പേടിച്ച് കൊറിയോഗ്രഫി ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് നിങ്ങളുടെ മുൻപില് എന്റെ BA ഭരതനാട്യത്തിന്റെയും MA ഭരതനാട്യത്തിന്റെയും എനിക്ക് ഇത്രയും നാളും കൊണ്ട് കിട്ടിയ എല്ലാ അച്ചീവ്മെന്റ്സിന്റെ സർട്ടിഫിക്കറ്റ് കൂട്ടിയിടാ, കീറിയോട് കൂട്ടിയിടാ, കത്തിക്കുക. അതാണ് ഇതിനേക്കാൾ അവരുടെ മുൻപിൽ കളിച്ച് ഇപ്പൊ കാണിച്ചു കൊടുത്ത് ഞാനൊരു വലിയ സംഭവം ഒന്ന് കാണിക്കുന്നതിനേക്കാൾ അഭിമാനമുണ്ട് അതങ്ങ് കത്തിച്ചു കളയുന്നതെല്ലാം കൂടി. ഇതും കൂടി ഉണ്ട്. ഇനി മെയിൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പബ്ലിക് പ്ലാറ്റ്ഫോമില്, ഓൺലൈൻ പ്ലാറ്റ്ഫോമില് ഇനി സാർ പറയുന്നത് പോലെ അങ്ങനെ ഒരു വ്യക്തി അവരുടെ മകളുടെ പേര് പറഞ്ഞ് ആ കുട്ടി കളിക്കുന്നതിന്റെ ഒരു വീഡിയോ ഫുട്ടേജ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ജഡ്ജ് അല്ലേ, അപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാവാം. മറ്റേ ഇത് എടുത്ത് ഒരു വീഡിയോ ഫുട്ടേജ് എടുത്ത് പേപ്പറിൽ വന്ന് ആ ഒരു ചിത്രം എടുത്ത് അത് ആ കുട്ടിയുടെ പേരും പറഞ്ഞ് അവര് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പബ്ലിഷ് ചെയ്ത് ആ കുട്ടീനെ ഹരാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത ആൾക്കെതിരെ നിയമ നടപടി വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോടും പറയുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മളുടെ പേര് പറഞ്ഞ് നമ്മളെ അപമാനിക്കാൻ ആരെ സമ്മതിക്കരുത്. അവർക്കെതിരെ നിയമ നടപടി എടുക്കണമെന്ന് ഞാൻ ആ സാറിനോട്, ആ കുട്ടിയുടെ അപ്പൻ അമ്മ അവരോട് രണ്ടുപേരോടും കൂടി ഞാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ നമ്മുടെ പേര് പറഞ്ഞ് നമ്മുടെ ഒരു വീഡിയോ, നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് ഒരു ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അങ്ങനെ ആരും നമ്മളെ ഹരാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിവായിട്ട് അവർ ആ വീഡിയോ തെളിവായിട്ട് എടുത്ത് അതിനെതിരെ നിയമ നടപടി എത്രയും പെട്ടെന്ന് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പബ്ലിക് എല്ലാവരും തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുകയും ഞാൻ പറഞ്ഞ BA MA ഡിഗ്രി കൊണ്ട് വെറും 25% എന്ന് പറഞ്ഞതിനെ എത്രയും പെട്ടെന്ന് അതിലൊരു ആക്ഷൻ എടുക്കണം. ഈ പറഞ്ഞ അധ്യാപകനെ പിരിച്ചുവിടണം. കഴിവുള്ള ഡാൻസ് ടീച്ചേഴ്സിന്റെ എഡ്യൂക്കേഷന്റെ പ്രശ്നമാണ്, കുറെ കുട്ടികളുടെ ഭാവിയാണ്. അതിലും നിയമ നടപടി ഉണ്ടാവണം എന്ന് ഒന്നും കൂടി ഞാൻ നിങ്ങളോട് ഒന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.